നമസ്കാരം. ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ നിൽജേഗാവിലാണ്. കറക്റ്റ് പറഞ്ഞാൽ നിൽജേഗാവ് റെയിൽവേ സ്റ്റേഷൻ മലയാളികൾക്കെല്ലാം ഒരുപാട് പരിചിതമായ ഒരു സ്റ്റേഷൻ കൂടെയാണ്. അവിടെയാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി ഗ്ലോബൽ എൻ്റർപ്രൈസസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ സാംബശിവൻ സാറാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമസ്കാരം. ഞാൻ ഈ പറഞ്ഞതുപോലെ സാംബശിവൻ എന്ന് പറയുമ്പോൾ അല്ലേ നമ്മളെ എല്ലാം ഖാദികൻ ഒരു കഥ അല്ലേ എല്ലാം വിശ്വസാഹിത്യം വരെ കഥാപ്രസംഗരും കഥകളിലൂടെ നമ്മളെ പരിചയപ്പെടുത്തിയതും ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെയാണ് ഈ സാംബശിവനും. ഒരുപാട് കഥകൾ പറയാനുണ്ട്, മറുനാട്ടിലെത്തിയതിൻ്റെ കഥകൾ. ആ കഥകളിൽ നമുക്ക് കഥ നമ്മുടെ നാട്ടിൽ നിന്ന് തുടങ്ങാം. നാട്ടിൽ എവിടെയായിരുന്നു കുട്ടിക്കാലവും പഠിച്ചതും? നാട്ടിൽ ഞാൻ മലയാളപ്പുഴയ്ക്കടുത്ത് വടക്കൂറം എന്ന് പറയുന്ന സ്ഥലത്താണ്. മലയാളപ്പുഴ ജനിച്ചതും വളർന്നതെല്ലാം അവിടെയാണ്. അവിടുന്ന് പിന്നെ ഞങ്ങൾ സ്ഥലം വിറ്റ് മാങ്കോട് പത്തനാപുരം അവിടെയാണ് ഇപ്പം കുടുംബ വീടുള്ളത്. ഇത് എപ്പോഴാണ് ഈ ബോംബെയിലേക്ക് അല്ലെങ്കിൽ മുംബൈയിലേക്ക് വരുന്നത്? അതായത് പണ്ടെല്ലാവരും ഗൾഫിൽ പോകാനായിരുന്നു ഒരുപക്ഷെ മുംബൈയിലേക്ക് വരുന്നത്. സാർ എങ്ങനെയായിരുന്നു? ഞാൻ 1982 ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഉള്ള ഇൻട്രസ്റ്റിൽ പത്തനംതിട്ട പോയി ചേരാൻ പോയപ്പോൾ എൻ്റെ ചിറ്റപ്പൻ എന്നെ അവിടുന്ന് ഒരാളിനെ കൂട്ടി ബോംബെക്ക് വിട്ടു. അങ്ങനെ ഇവിടെ വന്ന് മുള്ളണ്ടിലാണ് എത്തിയത്. അവിടെ പൈപ്പ് ലൈൻ്റെ അടുത്ത് ആ പുള്ളിയുടെ കൂടെയാണ് വന്നത്. പുള്ളി എന്നെ കൊണ്ട് അവിടെ ഒരു ചെറിയ ജോബിലാക്കിയിട്ട് അവിടുന്ന് ഞാൻ നിനക്ക് ജോലി അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൽക്കാലം ജോലി കൂടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുള്ളി എന്നെ വിട്ടിട്ട് പുറത്ത് പോന്നു കഴിഞ്ഞ് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കാശൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പുള്ളി വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്, ചിലവിന് വേണം അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. ഒരു ദിവസമായിട്ട് പുള്ളിയെ കാണുന്നില്ല, രണ്ടാമത്തെ ദിവസമായിട്ട് കാണുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് താഴെ ഇറങ്ങി വടാപ്പാവ് അതും ഇതൊക്കെ തൊട്ട് കാണിച്ചൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടൊക്കെ അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞപ്പം നമുക്കവിടെ ഒരു ആശ്രയങ്ങളൊന്നുമില്ല, ആരെയും പരിചയവുമില്ലല്ലോ, പുള്ളിയുടെ ഒരു പത്തയുമില്ല. അങ്ങനെ ഞാൻ ഇവിടെ ഒരു റോഡിലൂടെ നടന്നു വന്നു കഴിഞ്ഞിട്ട് ഒരു മലയാളി എന്നെ കണ്ടു. ഇവിടെ കമൽപ്പാട എന്ന് പറയുന്ന സ്ഥലത്തുള്ളതായിരുന്നു. പുള്ളി എന്നെ വിളിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഞങ്ങളുടെ നാട്ടുകാരനാണ്, പത്തനംതിട്ടക്കാരനാണ്. അപ്പോൾ പുള്ളിയുടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പുള്ളി എന്നെ കൊണ്ടുവന്ന് അവിടെ പുള്ളിയുടെ റൂമിലാക്കിയിട്ട് ഒരു ചെറിയ ജോലി ശരിയാക്കി തന്നു. അങ്ങനെ നിന്നുകൊണ്ട് ഞാൻ മുന്നോട്ട് ജോലി ചെയ്ത് പിന്നെ അങ്ങനെ ഡ്രൈവിംഗ് ഒക്കെ പിന്നെ പഠിച്ച് അങ്ങനെ മുന്നോട്ട് ഫാബ്രിക്കേഷൻ ലൈനിൽ തന്നെ വന്നു. പിന്നെ അപ്പോൾ ഫാബ്രിക്കേഷൻ മേഖലയിൽ സ്വന്തമായി സംരംഭം എപ്പോഴാണ് തുടങ്ങിയത്? സ്വന്തമായിട്ട് തുടങ്ങിയത് ഞാൻ ഈ വർക്കുകൾ പഠിക്കാൻ ഒരു മലയാളിയുടെ വർക്ക്ഷോപ്പിലാണ് കയറിയത്. വർക്ക്ഷോപ്പിൽ കയറിയപ്പോൾ എനിക്ക് പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ആ ഇൻട്രസ്റ്റ് വെച്ച് പഠിച്ച് പെട്ടെന്ന് തന്നെ നല്ലൊരു പണിക്കാരനായിട്ട് അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് സ്വന്തമായിട്ടൊരു ഇത് തോന്നി, സ്വന്തമായിട്ട് തുടങ്ങണമെന്ന്. അപ്പോൾ ഞാൻ മാറി വേറെ തുടങ്ങിയപ്പോൾ സേട്ട് എനിക്ക് ഒരുപാട് സഹായിച്ചു, മലയാളിയാണ്. പുള്ളി എനിക്ക് നല്ല ഹെൽപ്പൊക്കെ ചെയ്ത് വർക്കുകൾ തന്നുകൊണ്ടിരുന്നു. പിന്നെ പുള്ളിയുടെ വർക്കുകൾ ഞാൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ആയി സ്വന്തമായിട്ട് ഈ ലൈനിലേക്ക് വന്നു. കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്ന അന്ന് പേരൊക്കെ ജാനകി, നാണു. അവർ രണ്ടുപേരും മരിച്ചുപോയി. അച്ഛൻ നാട്ടിൽ വെച്ച് മരിച്ചു. അമ്മയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ എൻ്റെ കൂടെ പെങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയെ നോക്കി വലിയ വെള്ളപ്പൊക്കം ആയിക്കഴിഞ്ഞതിന് ശേഷം ബോംബെയിൽ ഇവിടെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ അമ്മയെ മരിച്ചുപോയി. പിന്നെ സ്വന്തം കുടുംബത്തെക്കുറിച്ച്? പുള്ളി നേഴ്സായിരുന്നു. ഇവിടെ വന്നു ഒരു 6 വർഷത്തോളം നല്ലതായിട്ടിരുന്നു. പിന്നെ പുള്ളിക്കാരിക്ക് ഒരു അസുഖമൊക്കെ പിടിപെട്ടു. ഞാൻ ട്രീറ്റ്മെൻറ്റൊക്കെ ഒരു 8 വർഷം ടോട്ടൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തെ മക്കളൊക്കെ ഒരുവിധം കുഞ്ഞുങ്ങളായിരുന്നു. അവരെ വളർത്തി നല്ലതായിട്ട് പഠിപ്പിച്ചൊക്കെ. മക്കള് എത്ര പേരാണ്? 3 പേര്, 2 പെണ്ണും 1 ആണും. അവർക്ക് എന്ത് ചെയ്യണു? അവർ മൂത്ത മോള് ഇപ്പം ഹൗസ് വൈഫായിട്ടിരിക്കുന്നതാണ്. പിന്നെ രണ്ടാമത്തെ മോള് അവളിപ്പം കല്യാണം കഴിച്ചിട്ട് 2 വർഷമേ ഉള്ളൂ. മകൻ കൂടെ ഉണ്ട്. ഇവിടെ ഉണ്ട് ആള്. ഇവരുടെ പേരൊക്കെ? മോൻ്റെ പേര് അനൂപ്, മൂത്ത മകളുടെ പേര് ആശ.
രണ്ടാമത്തെ വീട് അശ്വതി. അതുപോലെ ഇവിടുത്തെ അയ്യപ്പ സമാജത്തിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ വലിയ സജീവമായ ഉണ്ട്. അതുപോലെ നമുക്കിനി വീണ്ടും ഗ്ലോബൽ എന്റർപ്രൈസസിലേക്ക് കമ്പനിയെക്കുറിച്ചും കമ്പനിയുടെ ജോലികളെ കുറിച്ചും ഒക്കെ ഒന്ന് പറയാം. കമ്പനി സാറേ, ഞാൻ വർക്ക് പുറത്തുനിന്ന് എടുക്കുന്നു. വർക്കുകൾ ഓർഡർ കടയിൽ വരും, പിന്നെ നമ്മളത് ചെയ്ത് കൊടുക്കും. അതുകൂടാതെ വലിയ വർക്കുകൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അത് എടുത്ത് സൈറ്റിൽ പോയി ചെയ്ത് കൊടുക്കും. ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ സൈറ്റ് വർക്ക് ചെയ്ത് കൊടുക്കും. എന്തായാലും ഒരുപാട് സന്തോഷം. ശരിക്കും ഒരു സന്യാസി വര്യൻ്റെ അടുത്തെത്തിയ ഒരു പ്രതീതിയാണ്. ഞാൻ എൻ്റർപ്രണറുടെ അടുത്തിരിക്കുന്നത് പോലും എനിക്ക് തോന്നിയില്ല. എന്തായാലും താങ്കളുടെ മനസ്സും ഞാൻ കുറച്ച് സമയം കൊണ്ട് അടുത്തറിഞ്ഞു. എന്തായിരുന്നാലും ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനിയും സംഭവിക്കട്ടെ, ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ, മക്കളുടെ കാര്യത്തിലും എല്ലാം അത് ഈശ്വരൻ സാധിച്ചു തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട്